നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. CSKയുടെ പരിശീലക സ്ഥാനം വിട്ട കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ് പുതിയൊരു ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയേക്കും, അതിൻ്റെ തൊട്ടരികിലാണ് എന്ന വാർത്ത വരുന്നു. പക്ഷേ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലല്ല, ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലാണ്. ഫ്ലെമിംഗ് ഫേവറിറ്റ് ടു ടേക്ക് ഓവർ ആസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് ഹെഡ് കോച്ച് എന്ന് ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്യുന്നു. വിശദമായിട്ട് നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് പോകാം. ബ്രണ്ടൻ മക്കല്ലത്തെ ഇംഗ്ലണ്ടിൻ്റെ ടെസ്റ്റ് ടീം ഡ്യൂട്ടിയിൽ നിന്ന് അവർ റിലീവ് ചെയ്തിരുന്നല്ലോ. അപ്പം അങ്ങോട്ടേക്ക് പകരം ഒരു കോച്ചിന് അവർക്ക് ആവശ്യമുണ്ട്. ECBയുടെ മാനേജിംഗ് ഡയറക്ടർ റോബർട്ട് കീയുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീഫൻ ഫ്ലെമിംഗ്. സോ അദ്ദേഹം ആ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാനാണ് സാധ്യത എന്ന് ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്യുന്നു. 5 തവണ IPL CSKക്കൊപ്പം വിജയിച്ചിട്ടുള്ള ആളാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ്. അതുപോലെ തന്നെ അവരുടെ സിസ്റ്റർ ഫ്രാഞ്ചൈസികളെ SA20യിലെയും MLCയിലെയും ഒക്കെ ഫ്രാഞ്ചൈസികളെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഒക്കേഷണലി അദ്ദേഹം ന്യൂസിലാൻഡ് ക്രിക്കറ്റിൻ്റെ കൂടെ കൺസൾട്ടൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. മിഡിൽ സെക്സിനായിട്ടും യോർക്ക്ഷയറിനായിട്ടും നോട്ടിംഗ്ഹാംഷയറിനൊക്കെ ആയിട്ട് അദ്ദേഹം ഒരു പ്ലെയർ എന്ന രൂപത്തിൽ അവിടെ കളിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം സദേൺ ബ്രേവിൻ്റെ കോച്ചായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ക്രിക്കറ്റിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, മക്കല്ലം ഇംഗ്ലീഷ് വൈറ്റ് ബോൾ കോച്ചായിട്ട് തുടരുകയാണ്. അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നവരെയെങ്കിലും അദ്ദേഹം അവിടെ തുടരും. അടുത്ത ഇയറാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് വൈറ്റ് ബോൾ കോച്ചുമായിട്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാളെ വേണം ഇംഗ്ലണ്ടിന് ഈ ടെസ്റ്റ് ടീമിൻ്റെയും കോച്ചാക്കി വെക്കാൻ. അതിന് ഫ്ലെമിംഗ് ഏറ്റവും പറ്റിയ ആളാണ്. കാരണം ഫ്ലെമിംഗും മക്കല്ലവും കട്ട ഫ്രണ്ട്സാണെന്ന് മാത്രമല്ല, അവർക്ക് ഒരുമിച്ച് ബിസിനസ് ഇൻട്രസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെമിംഗ് ആയിരിക്കും ഏറ്റവും ആപ്റ്റ് എന്നാണ് ലഭ്യമാവുന്ന സൂചനകളൊക്കെയും കാണിക്കുന്നത്. ഏതായാലും ഫ്ലെമിംഗ് ഇമ്മീഡിയറ്റ്ലി ഇംഗ്ലണ്ടിൻ്റെ ടെസ്റ്റ് കോച്ച് സ്ഥാനം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഓഗസ്റ്റ് 19 ഹെഡിംഗ്ലേയിൽ പാകിസ്ഥാനെതിരെ അവരുടെ ടെസ്റ്റ് സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ആ സമയത്തേക്ക് അദ്ദേഹം ഏറ്റെടുക്കുമോ സ്ഥാനം എന്നുള്ളതാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ട്രസ്കോത്തിക്ക് താൽക്കാലികമായിട്ട് ആ സ്ഥാനത്തുണ്ടാകും എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇനി അങ്ങനെയല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലെമിംഗ് തന്നെ സ്ഥാനം ഏറ്റെടുക്കും. എന്തായാലും ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അടുത്ത ആഷസിന് മികച്ചൊരു കോച്ച് ഉണ്ടാവണം. അത് സ്റ്റീഫൻ ഫ്ലെമിംഗ് ആയാൽ ഹാപ്പി എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹം മിക്കവാറും ഇംഗ്ലീഷ് ടെസ്റ്റ് ടീമിൻ്റെ കോച്ചാകും എന്ന് വേണം മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.